ഇപ്പോൾ പറയേണ്ട വ്യക്തി സ്വരാജിനെ കുറിച്ചാവുമ്പോൾ എനിക്കത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം 81 വയസ്സുള്ള ഒരു LP സ്കൂൾ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആവേശത്തോടുകൂടി സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് എനിക്കിനി പറയാൻ ബാക്കിയുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും നേരിട്ട് അടുപ്പമുള്ളവരാണ് അധിക പേരും. ഇനി നേരിട്ട് അടുപ്പമില്ലെങ്കിൽ സ്വരാജിനെ നിരീക്ഷിക്കാത്ത, സ്വരാജിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കാത്ത ഒരാൾ പോലും നിലമ്പൂരിലോ കേരളത്തിലോ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ എന്താണ് സ്വരാജിനെ കുറിച്ച് പറയാൻ ചോദിച്ചാൽ എനിക്ക് വ്യക്തതയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് 31 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്. എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ KSUവിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇന്നും എനിക്ക് സ്വരാജിന്റെ രാഷ്ട്രീയവുമായിട്ട് വ്യത്യസ്ത ചേരിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എന്നാലും സ്വരാജിന് വേണ്ടിയാവുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി, വളരെ അന്തസ്സോടുകൂടിയാണ് ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുന്നത്.